ഇന്ന് നമ്മൾ രക്ഷാബന്ധൻ ഡേ ആഘോഷിക്കാൻ പോവുകയാണ് ഗായ്സ്. രക്ഷാബന്ധൻ ഡേ. അങ്ങനെ കാലത്ത് തന്നെ എല്ലാവരും കൂടി നാനിയുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ഞങ്ങൾ എല്ലാവരും കൂടി രക്ഷാബന്ധൻ്റെ ആഘോഷങ്ങൾ തുടങ്ങി. അങ്ങനെ അനിയത്തിമാരെ എല്ലാം വന്ന് ഞങ്ങളുടെ കൈകളിൽ രക്ഷാബന്ധൻ്റെ ചരട് വന്ന് കെട്ടി. എനിക്ക് പറയാനായിട്ട് ഇവിടെ ഒരു അനിയത്തി മാത്രമാണ് ഇന്ന് വന്നിട്ടുള്ളത്. അവൾ വന്ന് കെട്ടി. എൻ്റെ വൈഫ് അവിടെയുള്ള ഒരു ബ്രോയ്ക്ക് 2 ബ്രോകളുണ്ട്, അവർക്ക് രക്ഷാബന്ധൻ്റെ ചരട് കെട്ടിക്കൊടുത്തു. അങ്ങനെ ഞങ്ങൾ മധുരം കൊടുത്തു, എല്ലാവർക്കും മധുരം കൊടുത്തു. വൈഫിൻ്റെ അമ്മയുടെ സഹോദരനെ ചരട് കെട്ടിക്കൊടുത്തു. അങ്ങനെ എല്ലാവരും മധുരം വാങ്ങിച്ച് ഷെയർ ചെയ്തു. അതുപോലെ തന്നെ എല്ലാവരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്തു. ഇതിവിടെ ഒരു വളരെ എന്താ പറയുക, ലളിതമായ രീതിയിലാണ് ഇവിടെ ആഘോഷിക്കുന്നത്. ഞങ്ങളെ വളരെ ചെറിയൊരു കുടുംബമായതുകൊണ്ടും ഇത്രയും അംഗങ്ങൾ ഉള്ളതുകൊണ്ടും ഞങ്ങൾ വീടിനകത്ത് വളരെ ലളിതമായാണ് ആഘോഷിച്ചത്. പക്ഷെ മറ്റുള്ള വീടുകളിലെല്ലാം അവർ വലിയ വലിയ കുടുംബങ്ങളാണ്. അതുപോലെ തന്നെ അവരുടെ ബന്ധുക്കളെല്ലാം വീടുകളിലേക്ക് വരും. അങ്ങനെ വലിയ രീതിയിലാണ് ഇവിടെ ആഘോഷിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് തന്നെയാണ് ഇവിടെ ട്രൈബൽ ഡേ ആയിട്ട് ഇവർ ആഘോഷിക്കുന്നത്. ആദിവാസി ദിവസം എന്ന് പറയും. അതും ഇവർ ഗ്രാൻഡായിട്ട് ആഘോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസം കൂടി ഒരുമിച്ച് വന്നപ്പോൾ ഇവർക്കൊരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിച്ചത്. ഞങ്ങൾക്കെല്ലാവരും മധുരം പങ്കുവച്ചു രക്ഷാബന്ധൻ ഡേയുടെ ഭാഗമായിട്ട്. ഇതൊരു സഹോദര്യത്തിൻ്റെ പ്രതീകമാണ് കാണിക്കുന്നത്. പലപ്പോഴും ഇതൊരു നല്ലൊരു ചടങ്ങായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നല്ലൊരു സാഹോദര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് ഇതൊരു വലിയൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നൊരു ഇതായിട്ട് തോന്നി. കാരണം ഇന്നത്തെ കാലത്ത് സാഹോദര്യം എന്നത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു രക്ഷാബന്ധൻ എന്ന ഈ ദിവസം നല്ലൊരു സാഹോദര്യം വളർത്തുവാനായിട്ടുള്ളൊരു ഘടകമായിട്ട് എനിക്ക് തോന്നി. ഇത് ഈ ഛത്തീസ്ഗഡ് അതുപോലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് ആഘോഷിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും ഇത് ആഘോഷിക്കുന്നില്ല, വലിയ കാര്യമായിട്ട് ആഘോഷിക്കുന്നില്ല. എന്നാലും ഇത് നല്ലൊരു ആഘോഷമായിട്ട് എനിക്ക് തോന്നി. കാരണം സഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അതുപോലെ എന്താ പറയുക പങ്കുവെക്കലിൻ്റെയും പിന്നെ നല്ലൊരു ചടങ്ങായിട്ട് എനിക്ക് തോന്നി. അതുപോലെ സഹോദരിമാർക്ക് പൈസ കൊടുക്കുന്ന പരിപാടിയുണ്ട്. ബ്രദേഴ്സ് സഹോദരിമാർക്ക് പൈസ കൊടുക്കും. അതുപോലെ എന്താ പറയുക വസ്ത്രങ്ങൾ, അങ്ങനെ പലതും ഷെയർ ചെയ്യും. ഇത് എനിക്ക് കൊണ്ടുവന്നതാണ് കേട്ടോ. ഞാൻ ക്യാമറ പിടിക്കുന്നത് കൊണ്ട് എനിക്ക് കൊണ്ടുവന്നതാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സവിശേഷത. കാരണം അതുപോലെ എന്താ പറയുക വീട്ടിലുണ്ടായിട്ടുള്ള ഫ്രൂട്ട്സ്, അതുപോലെ എന്താ പറയുക നാളികേരം, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെറുകിയ സാധനങ്ങളും അതുപോലെ മധുരമായ സാധനങ്ങളൊക്കെ ഇവർ ഷെയർ ചെയ്യും. അത് ഭയങ്കര ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ രക്ഷാബന്ധൻ ആഘോഷിക്കുന്നത്. ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ എന്താ പറയുക സ്വന്തം ലൈഫിൽ ഇങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ആഘോഷിക്കുന്നത്. രക്ഷാബന്ധൻ എന്ന് കേട്ടിട്ടുണ്ട്, പക്ഷേ അങ്ങനെ ആരും അങ്ങനെ ഒന്നും കയ്യിൽ കെട്ടി തന്നിട്ടൊന്നുമില്ല. പക്ഷേ ഇതാണ് എനിക്കൊരു നല്ല ഇതായിട്ട് തോന്നി. കാരണം ഇത് ആംഗ്ലം പെങ്ങളുമാണ് കെട്ടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഗതിയാണ് എനിക്കത് തോന്നിയത്. കാരണം എന്താ പറയുക സ്നേഹത്തിൻ്റെയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല സഹോദര്യത്തിൻ്റെയും നല്ലൊരു മാതൃകയാണ് ഇവർ ഈ ചടങ്ങിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇന്നത്തെ ലോകത്തിൽ ഈ ഒരു കാര്യങ്ങളാണ്, ഈ ഒരു മൂല്യങ്ങളാണ് നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ചില കുടുംബങ്ങളിൽ സഹോദരിമാരും സഹോദരന്മാരും തമ്മിലുള്ള ബന്ധങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഒരു പ്രാവശ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ വീണ്ടെടുക്കാനായിട്ട് വർഷങ്ങളോളം കാത്തിരിക്കുന്ന പല ഫാമിലികളും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഈ ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഈ ഒരു സാഹോദര്യം കാത്തു സൂക്ഷിക്കാൻ വലിയൊരു ഫാക്ടറായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. കാരണം ഇത് ആഘോഷിക്കാത്ത നാടുകളിലൊക്കെ ഈ ഒരു ചടങ്ങ് ആഘോഷിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുപോലെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ട്രൈബൽ ഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ ഗോത്രവർഗക്കാരും പല സ്ഥലങ്ങളിലായിട്ട് ഒന്നിച്ച് കൂടുന്ന ഒരു സംഗതിയാണിത്. ഇത് നമ്മൾ കിരണ്ടൂൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ കൂടിയിരിക്കുന്നത്. അവിടെയുള്ള എല്ലാ ട്രൈബൽസും വന്ന് കൂടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് NMDC സ്റ്റീൽ പ്ലാന്റ് നമുക്ക് കാണാം. അതിനകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. പോകുന്ന വഴിക്ക് കാണുന്ന മലനിരക്കുകൾ ഇത് ഫുള്ള് NMDCയുടെ സ്റ്റീൽ പ്ലാന്റുകളാണ്.
ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ്, മിലിറ്ററി എല്ലാം ഉണ്ട് അവിടെ. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ആർക്കും അവിടേക്ക് ഒരു എൻട്രി ഇല്ല. അതാണ് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. എന്നാലും നമ്മൾ ആ വഴി വരുമ്പോൾ നമുക്ക് ആ ചുറ്റുപാടുകളെല്ലാം കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്റ്റീൽ പ്ലാന്റ് നേരിട്ട് കാണുന്നത്. പിന്നീട് ഈ വഴി ഇറങ്ങുമ്പോൾ നമ്മുടെ മൂന്നാർ റോഡിലൊക്കെ ഇറങ്ങി വരുന്ന പോലെയൊക്കെ തോന്നി. അതുകൊണ്ട് തന്നെ അത് വൈഫ് പെട്ടെന്ന് തന്നെ അത് വീഡിയോയിൽ പകർത്തുകയും ചെയ്തു. നല്ലൊരു വ്യൂ ആണ് അത് കാണാനായിട്ട്. ഈ റൈഡിനൊക്കെ വരുന്നവർക്ക് ഇത് നല്ലൊരു വ്യൂ ആയിരിക്കും. അതുപോലെ മഞ്ഞ് വീഴുന്നത് കാണാം. അതുപോലെ എന്താ പറയുക, നല്ലൊരു വ്യൂസാണിത്. പിന്നെന്താ പറയുക, നല്ല നല്ല ഫുൾ മലകളാണത്, മലപ്രദേശമാണ്. പിന്നെന്താ പറയുക, ചില കുന്നുകളുടെ മുകളിലേക്കൊക്കെ സാധാരണക്കാർക്ക് കയറാവുന്ന വഴികളൊക്കെ അവിടെ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വഴി അങ്ങനെ കയറിപ്പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. സ്റ്റീൽ പ്ലാന്റിൻ്റെ ഭാഗത്തേക്കൊന്നും പോകുവാനായിട്ട് പറ്റില്ല. കാരണം ഫുൾ റെസ്ട്രിക്റ്റഡ് ഏരിയാസാണ്, ഞാൻ പറഞ്ഞല്ലോ. എന്നിരുന്നാലും നമുക്ക് ആ ചുറ്റുപാടുകൾ കാണുവാനായിട്ട് സാധിക്കും. ഫുള്ള് സ്റ്റീൽ പ്ലാന്റിൻ്റെ ആ നിരന്ന് കിടക്കുന്ന മലകൾ ഫുള്ള് NMDC സ്റ്റീൽ പ്ലാന്റ് ആണ്. അതിനുള്ളിൽ തന്നെ ആ കുന്നിൻ്റെ മുകളിൽ തന്നെയാണ് അവർ ചരക്ക് ട്രെയിൻ ഗതാഗതം അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെനിക്ക് കണ്ടപ്പോൾ ഞാൻ സ്റ്റക്കായി പോയി. കാരണം കുന്നിൻ്റെ മുകളിൽ കൂടെ ട്രെയിൻ വരുന്നത് കാണാൻ നല്ല രസമാണ്. കാരണം അവർ സ്റ്റീലും കാര്യങ്ങളൊക്കെ കുന്നിൻ്റെ മുകളിൽ, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വ്യൂ കാണുന്നത്, കുന്നിൻ്റെ മുകളിൽ കൂടെ റെയിൽ ഗതാഗതം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അത് ഭയങ്കര ഒരു, ഞങ്ങൾ വരുമ്പോൾ ട്രെയിൻ കണ്ടില്ല, പക്ഷേ ആ ഒരു പാതകളൊക്കെ ഒരു വളരെ മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപകടം നിറഞ്ഞ വഴികളാണ്, എന്നിരുന്നാലും അത് ഭയങ്കര സേഫായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതൊക്കെ ചില സ്ഥലങ്ങളും അവിടുത്തെ ആൾക്കാരെയും കണ്ടുപിടിക്കേണ്ട ഒരു ഇതായിട്ട് തോന്നി എനിക്ക്. കാരണം അത്രയും വളരെ ബുദ്ധിപരമായിട്ട് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അത്യാവശ്യം വരുമാനം ഇവർ ഉണ്ടാക്കുന്നുണ്ട്, ഗവൺമെൻറ്റിന് കൊടുക്കുകയും എന്താ പറയുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ്. കാരണം ഈ ഛത്തീസ്ഗഡിൽ ഈ സ്ഥലം അറിയപ്പെടുന്നത് തന്നെ ഈ ഒരു NMDC സ്റ്റീൽ പ്ലാന്റിൻ്റെ പേരിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു സംഭവമാണ് സത്യത്തിൽ. ഈ ഒരു ചെറിയ വീഡിയോയിൽ ഒതുക്കാൻ പറ്റിയതല്ല. എന്നെങ്കിലും മല്ലു ട്രാവലിക്സിനെ അകത്ത് പ്രവേശിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അന്ന് വന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. കാരണം ഇന്ന് എന്തായാലും മാറ്റിക്ക് അവർ കടത്തി വിടില്ല. പുറത്തു നിന്നുള്ള ചെറിയ വീഡിയോസാണ് എടുത്തിട്ടുള്ളത്. എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഒരു ദിവസം അത് വീഡിയോ എടുത്തിടുന്നതായിരിക്കും. ഓക്കെ. അതുപോലെ ഇത് ആ പ്രോഗ്രാമിന് വേണ്ടി വരുന്ന ആൾക്കാരാണ് കേട്ടോ. ഓരോ ഗോത്രവർഗ്ഗക്കാരെ ഒരു DJ പാട്ടൊക്കെ വെച്ച് അവരുടേതായ തനത് രീതിയിൽ വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് ഡാൻസൊക്കെ കളിച്ചിട്ട് കുറേ ദൂരത്ത് നിന്ന് നടന്നിട്ടാണ് ഇവർ വരുന്നത്. ഓരോ ഗോത്രവർഗ്ഗക്കാരും അവരുടെ ആൾക്കാരൊക്കെ ഒരുമിച്ച് കൂടി ഓരോ സെക്ഷനായിട്ട് ഏകദേശം ഒരു 4-5 വിഭാഗക്കാരെ ഞങ്ങൾ അവിടെ കണ്ടു, അവരുടേതായ വസ്ത്രധാരണ രീതിയിൽ. ഓക്കെ. അത് വളരെ അവരുടെ ഒരു ട്രഡീഷൻ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിൽ അവർ ചെയ്യുന്നൊരു പരിപാടിയാണിത്. കാരണം ആ ഒരു രീതിയിൽ ഇന്നത്തെ കാലത്ത് കാരണം അപ്ഡേറ്റഡ് ആയി വരികയാണ്, ടെക്നോളജി അപ്ഡേറ്റ് ആയി വരികയാണ്. അപ്പം ഇന്നത്തെ കാലത്ത് അവർക്ക് ഈ രീതിയിൽ നടക്കാൻ പറ്റും. പക്ഷേ അവർ ഇന്ന സംഗതിയിൽ നിന്നാണ് വന്നത്, അവർക്കൊരു ചരിത്രമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സംഗതി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വളരെ ഗ്രാൻഡായിട്ടാണ് ഇത് ആഘോഷിക്കുന്നത്. മണിക്കൂറുകളോളം നീണ്ട ഒരു പരിപാടിയാണിത്. ഞങ്ങൾ തുടക്കത്തിൽ വന്നു, കുറച്ച് നേരം കണ്ടു, വന്നിട്ട് അവിടെ നിന്ന് വേഗം ഇറങ്ങി. കാരണം ഒരു 3:30-4 മണിയായിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. ഒരു പരിപാടി തീരുമ്പോൾ 10 മണി 11 മണിയാവും രാത്രി. കാരണം അവിടെ ഞങ്ങൾ എത്തുമ്പോൾ ആയി വരുന്നുള്ളൂ, ആൾക്കാരൊക്കെ ആയി വരുന്നുള്ളൂ, ഓരോ ടീമുകൾ കയറി വരുന്നുള്ളൂ. ഓക്കെ. അതിനിടയിൽ ഞാൻ സൈഡിൽ കയറി ഫോട്ടോസ് എടുത്തു, ചായ കുടിച്ചു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ കഴിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കടലയില്ലേ, നമ്മൾ എന്താ പറയുക, കടല വറക്കുന്ന സ്ഥലം കണ്ടു ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ കടല വാങ്ങാനുള്ള ആഗ്രഹത്തിൽ പോയി ചോദിച്ചാണ്. അപ്പോൾ ആൾ പറഞ്ഞ് എല്ലാം കൂടി എടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു കടല, അതുപോലെ പൊരി, അതുപോലെ അങ്ങനെ കുറച്ച് ഐറ്റംസ്, പിന്നെ ചമ്മന്തി കൂടി മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തു. എന്നിട്ട് ആൾ ഒരു സാധനം തന്നു. അത് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിക്കുന്നത്. എൻ്റെ വൈഫും ആദ്യമായിട്ടാണ് അത് കഴിക്കുന്നത്. ആ സാധനം കഴിച്ച് ചോളാപ്പുരി വാങ്ങിച്ച് കഴിച്ചു. ആ സാധനം കഴിച്ചപ്പോൾ ഇതാ ചമ്മന്തിയുടെ ഡോസ് കൊണ്ട് എരിഞ്ഞ് ചത്തു. എന്നാലും നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, വെറൈറ്റി ആയിട്ട് തോന്നി. അങ്ങനെ ഒരു സംഭവം കഴിച്ചു. അത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അത്.
ഏഹ് അതായിരുന്നു ഒരു സാധനം കഴിച്ചത്. പക്ഷേ ആ ഒരു എരിവ് പോകാൻ വേണ്ടി ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ മല ഇറങ്ങിയിട്ടാണ് ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ കുടിച്ചത്. ഇവിടെ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു, പക്ഷേ ഈ പരിപാടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ജനങ്ങളുടെ. അപ്പോൾ അതുകൊണ്ട് കടയിൽ നിൽക്കാനുള്ള ക്ഷമയില്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് വേഗം ഇറങ്ങി പോരുകയാണ് ചെയ്തത്. പിന്നെ നല്ല വ്യൂസൊക്കെ കണ്ടപ്പോൾ ഞാൻ വൈഫും കൂടി കുറേ ഫോട്ടോസ് എടുത്തു. പിന്നെ ഇവിടെ ഇഷ്ടം പോലെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, കാരണം ഇത്രയധികം ആൾക്കാർ വരുന്നതാണ്. തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു തിരക്ക് പോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസുകാരും പട്ടാളക്കാരും, കാരണം ഈ NMDCയുടെ അടുത്താണ് ഈ പരിപാടി നടക്കുന്നത്, അപ്പം അത്രയും സേഫ്റ്റിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. പോലീസുകാരും പട്ടാളക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. അത്രയും സേഫ്റ്റിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. കാരണം അതൊരു എന്താ പറയുക, ഇത്രയധികം ആൾക്കാർ വരുന്നതാണല്ലോ. അപ്പോൾ നല്ലൊരു സേഫ്റ്റിയിലാണ് അവിടെ കാര്യങ്ങൾ നടത്തിയത്. പിന്നെ വലിയ വലിയ ആൾക്കാരും എല്ലാം ഉദ്ഘാടന ചടങ്ങിനും പരിപാടിയൊക്കെ ആയിട്ട് വന്നിരുന്നു. അങ്ങനെ അവിടെ ഞങ്ങൾ മനോഹരമായിട്ട് സ്റ്റേ ചെയ്തു. ഞങ്ങളായിട്ട് തിരിച്ചു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. സ്റ്റേ ട്യൂൺഡ് വിത്ത് മല്ലു ട്രാവലിങ്സ്. ഓക്കെ, ടാറ്റ, ബൈ ബൈ, സീ യു.